ഹലോ ഗൈസ്, ഞാൻ ഇന്ന് കളിക്കാൻ വന്ന സ്കൈ ബ്ലോക്കിലാണ്. സ്കൈ ബ്ലോക്കിൻ്റെ 15ാമത്തെ എപ്പിസോഡ്. ഞാനങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ വേൾഡിൽ നിന്നൊരു എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയൺ ഫാം സെറ്റ് ചെയ്താണ്. ഞാനത് ഏകദേശം ഉണ്ടാക്കുന്നത് എൻ്റെ ആ ഒരു ജംഗിൾ ടെമ്പിളിൻ്റെ ആ ഒരു സൈഡിലാണ്. അവിടെ ഞാൻ മൊത്തം മൈൻഡ് ചെയ്ത് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് റീക്യാപ്പിൻ്റെ എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവിടെയാണ് ഞാൻ ആ ഒരു ഫാം ആക്കാൻ പോകുന്നത്. ഞാൻ ഒന്ന് പോയി കാണിച്ചു തരാം. ഇത് ഇവിടെ ആയിട്ടാണ് ഞാൻ അയൺ ഫാം ഉണ്ടാക്കുന്നത്. ആ അയൺ ഫാം ഉണ്ടാക്കാനുള്ള ഏകദേശം കുറേ റിസോഴ്സസ് എല്ലാം ഞാൻ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും സാധനം. ഈ ക്യാമ്പ് ഫയറിനൊക്കെ ലാവേ വേണ്ടേ, നമ്മൾ ഇതിൽ ലാവ ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ ക്യാമ്പ് ഫയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബെഡെല്ലാം ഒപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോബ് ഫാമിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്പൈഡറിൻ്റെ മറ്റേ സ്ട്രിങ്ങും പിന്നെ സ്പൈഡർ സ്പോണറിൽ രാത്രി പോയിട്ട് AFK നിൽക്കും. ഫാമൊന്നല്ല, ജസ്റ്റ് ഒന്ന് AFK നിന്ന് സ്പൈഡർ സ്പോണാകുമ്പോൾ ഞാൻ മാനുവലായിട്ട് കൊന്ന് കുറേ സ്ട്രിങ് ഒപ്പിച്ച് അങ്ങനെ ഊളാക്കിയിട്ടാണ് ഇത്രയും ബെഡാക്കിയത്. പക്ഷേ ഇത് ഫുള്ളായിട്ടില്ല. ഇതിപ്പോൾ 15 ഉള്ളൂ. 5 കൂടി ആവാനുണ്ട്. അതും കൂടി ആയിട്ട് ചെയ്യാൻ വിചാരിച്ചാൽ ഇപ്പം സമയം കിട്ടില്ല. എന്തായാലും ഞാൻ ഈ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാത്രി ആകുമ്പോൾ ഉറങ്ങാണ്ട് സ്പൈഡർ ഫാമിൽ പോയിട്ട് നിന്ന് ആ ഒരു വൂളെല്ലാം ഒപ്പിച്ചോളൂ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ട്യൂട്ടോറിയലായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ ഇത് നോക്കി ഉണ്ടായിക്കോ. നല്ലൊരു അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. 20 വില്ലേജറിനെ വെച്ചിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല എഫിഷ്യൻ്റ് ഫാം ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ ലെറ്റ്സ് പ്ലേ വേൾഡിൽ ഉണ്ടാക്കിയ അതേ അയൺ ഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരാനൊന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പം കാണിക്കുന്ന കേട്ടോ. ഈ അയൺ ഫാമിൻ്റെ പണി കഴിഞ്ഞപാട് എനിക്ക് ട്രേഡിംഗ് ഹാളിൻ്റെ പണി തുടങ്ങണം. എന്നാലേ എനിക്ക് ആ ഒരു ഡയമണ്ട് ആർമറിൽ സെറ്റാക്കാൻ കഴിയൂ. അപ്പോൾ വൈകുന്നേരം ഡയമണ്ട് ആർമർ സെറ്റാക്കിയിട്ട് ഡ്രാഗനെ കൊല്ലണം. പക്ഷേ ഇവിടെ ഡെഞ്ചർ ഇല്ല ഞാൻ പറഞ്ഞിനി. ഇപ്പം എൻ്റെ ഒരു മനസ്സിലുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു വേൾഡിൽ ആ ഒരു എൻ്റർപോൾ എറിഞ്ഞെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ ഒരു വേൾഡിൻ്റെ ബോർഡറിലെത്തും. കുറേ ഗ്ലാസ് എല്ലാം വെച്ചിട്ട് ഒരു ബോർഡർ, ആ ഗ്ലാസ് പൊട്ടിച്ച് അപ്പുറം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സാധാ വേൾഡ് പോലെയാണ്. അപ്പം ഞാൻ അവിടെ വരെ ബ്രിഡ്ജ് ചെയ്ത് പോയിട്ട് ആ സാധാ വേൾഡിൽ നിന്ന് ആ ഒരു കുറേ ബ്രിഡ്ജ് ചെയ്തിട്ട്, അതായത് താഴെ ഇറങ്ങാണ്ട് അങ്ങനെ തന്നെ സ്കൈ ബ്ലോക്ക് പോലെ തന്നെ ബ്രിഡ്ജ് ചെയ്ത് പോകും. എന്നിട്ട് ആ ഒരു ഡഞ്ചൻ കണ്ടുപിടിച്ചിട്ട് അത് താഴേക്ക് മൈൻഡ് ചെയ്ത് ആ ഡഞ്ചനെല്ലാം കണ്ടുപിടിച്ചിട്ട് ഡ്രാഗനെ കൊല്ലാണ് പ്ലാന്. പിന്നെ മൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്ലോക്കെല്ലാം ഞാൻ ഉപയോഗിക്കുന്നില്ല. അത് അവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വരും. അതാണ് ഇപ്പം എൻ്റെ പ്ലാന്. അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു ഫാം ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സാധനങ്ങളെല്ലാം കൈമലേക്ക് എടുക്കുക. മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ബെഡെല്ലാം അങ്ങോട്ടേക്ക് അതിലേക്ക് വെക്കാം. ബെഡിൻ്റെ എല്ലാം ആവശ്യം ലാസ്റ്റോട്ടേ ഉള്ളൂ, ഇപ്പോഴേ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളോട് എടുത്തിട്ട് ഞാൻ ബിൽഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇത് ഇവിടെ മൊത്തം സ്പോൺ പ്രൂഫ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ എങ്കോളം ഈൻ്റെ ഉള്ളിൽ വന്നിട്ട് സ്പോൺ. അപ്പോൾ ഇവിടെ മൊത്തം സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും സ്പോൺ ആവില്ല. ഈ ഒരു ഞാൻ ഉണ്ടാക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ സ്പോൺ ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കളക്ഷൻ ഏരിയ ചെയ്യും. ഇവിടെ ആയിട്ട് ഉണ്ടാക്കിയത് നമുക്ക് ഇവിടുന്ന് കയറി വന്നപാടെ തന്നെ ഇവിടെ നിൽക്കണം. എന്നിട്ട് ഇവിടെ നിന്നായിരിക്കണം ആ ഒരു കളക്റ്റിംഗ് ഏരിയയിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡബിൾ ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സ്ലാബ് ഇതാ ഇവിടെ ഇങ്ങനെ വെക്കാം. ഇവിടുന്ന് തൊട്ട് അങ്ങോട്ടേക്കുള്ള ഹോപ്പർ ആവേണ്ടത്. ഈ ബ്ലോക്കൊന്നും മൈൻഡ് ആക്കേണ്ടത്, ഞാൻ വെറുതെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 3x3 പ്ലാറ്റ്ഫോമിലായിരിക്കും ഹോപ്പർ വേണ്ടത്, ഈ ഒരു ചെസ്റ്റിലേക്ക് കണക്റ്റ് ആയിട്ടുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് കടന്നുറങ്ങട്ടെ. ഞങ്ങൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഹോപ്പർ ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബ്ലോക്ക് മാത്രം മാറ്റിയിട്ട് അതിങ്ങനെ ഈ ഒരു ഹോപ്പർ ഇപ്പോൾ ഇതിലേക്ക് കണക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന അയണെല്ലാം വെച്ചിട്ട് ഈ ഒരു മൊത്തം ഇത് ഞാൻ ഹോപ്പർ ആയിക്കോളൂ. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്സ് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടച്ചെടുക്കും. അതായത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഹോപ്പർ വരാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈറ്റ് ഒരു 10 ലെവൽ മുകളിലേക്ക് ആക്കുക. മൊത്തത്തിൽ ഈ ഒരു ഇതിൻ്റെ ഹൈറ്റ് 11 ആവണ്ടേ. ആദ്യം വെച്ച ആ ഒരു ലെയറും പിന്നെ ഇപ്പം വെക്കുന്ന ആ ഒരു 10 എണ്ണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു 10 ഹൈറ്റിൽ ഇതൊന്ന് പൊന്തിക്കട്ടെ. ഓക്കെ, ഞാൻ അങ്ങനെ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഞാൻ ആക്കിയിട്ടില്ല. ഇവിടെ ഈ ഒരു 2 ലെയർ ഗ്ലാസ് വെക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇത് വെക്കേണ്ടത്. ഓക്കെ, ഒരു ഏരിയ ഇപ്പോൾ ആവശ്യമുണ്ട്. കാരണം ഇവിടെ ഒരു കില്ലിങ് ചേമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഓപ്പൺ ആക്കി ഇട്ടേന്ന്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ താഴെയിറങ്ങാം. ആ ബെഡിലേക്ക് കിട്ടുമോ? പിന്നെ അല്ലാണ്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഈ ഒരു ക്യാമ്പ് ഫയർ ഇങ്ങനെ വെക്കണം. അയ്യോ, ഇത് മാറി വെച്ചോ. ഇല്ല, ഇതിപ്പോൾ ക്യാമ്പ് ഫയർ ആയിട്ട് കിട്ടുമോ?
ഇല്ല, കോളായിട്ടാണ് കിട്ടിയത്. അതെന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇതാ ഇവിടെ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീട് വരെ പോയിട്ട് ഒരു ക്യാമ്പ് ഫയറിനോട് ഉണ്ടാക്കിയിട്ട് വരാം. ഇവിടുന്ന് ഉണ്ടാക്കാൻ കഴിയില്ല, അതിനുള്ള റിസോഴ്സസ് എൻ്റെ കയ്യിലില്ല. ഉണ്ടായിരുന്നു ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ആക്കാം. എന്തായാലും വീട്ടിൽ പോകണം, കാരണം ഗ്ലാസ് 6 വേണ്ട, ഞാൻ 3 എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 3 ഓക്കിലൊക്കെ സ്ട്രിപ്പ് ചെയ്തിട്ട് അത് പൊട്ടിച്ച് കയ്യിലേക്ക് എടുത്തിട്ട് അത് വെച്ചിട്ടൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കും. ഓ, സ്ട്രിപ്പ് ചെയ്യണ്ടായിരുന്നല്ലേ. നേരത്തെ എനിക്ക് സ്ട്രിപ്പ് ചെയ്തിട്ട് ഉള്ള ഇതാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ അതും കൂടി ഇവിടെ വെച്ചാൽ ഒരു കില്ലിങ് ഏരിയ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു 4 ഗ്ലാസ് ആണ് വേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ ഇതാ ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാം. അതും വേണം, പിന്നെ ഒരു കുറച്ച് ബക്കറ്റിൽ വെള്ളവും വേണം. ഒരു ബക്കറ്റ് ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ആ ഒരു ബക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സും പിന്നെ ആ 2 ഗ്ലാസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ബാക്കിയും കൂടി ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇവിടെ 2ഉം കൂടി ഇതും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ്സിന് പണിയായി. ഇനി ഇതേ ലെവലിൽ സ്പ്രൂസിൻ്റെ ഈ ലോഗോ വെച്ചിട്ട് പില്ലർ ചെയ്യാം. ഓക്കെ, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിലേക്കും 7 ബ്ലോക്ക് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതുപോലെ എല്ലാ സൈഡിലേക്കും ചെയ്യണം. ഞാൻ അതും കൂടി ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്യുക. അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. മൊത്തം ഒരു സ്പ്രൂസ് വെച്ച് നടക്കുക. നിങ്ങൾക്ക് ഏത് ബ്ലോക്ക് വേണമെങ്കിൽ എടുക്കുക. ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ചധികം കിട്ടുന്നത് ഇത് മാത്രമാണ്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഞാൻ ഇതൊന്ന് മൊത്തം ഫില്ല് ചെയ്തെടുക്കട്ടെ. ഓക്കെ, അതും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് പുറത്തോട്ടൊരു ബ്ലോക്ക് ഇനി ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ ഒരു ബ്ലോക്ക് ചുറ്റിനും വെക്കുക, ഒരു ബൗണ്ടറി പോലെ. ഓക്കെ, അപ്പോൾ അതും കൂടി ഞാൻ വെച്ച് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ അതും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഒരു കുറച്ച് ഫെൻസ് ഗേറ്റ് വെക്കണം നിങ്ങൾ. ഇവിടെ ഒരു 3 ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനൊരു 3 വരി വെക്കണം. ഓക്കെ, ഒന്ന് ഈ ഫെൻസും വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് പൊടിച്ച് കളയാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേഴ്സ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിനും വെക്കണം. അതായത് ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ഇതിനപ്പോൾ വേറെ കളർ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിനും വെക്കണം. ഞാൻ അതും കൂടി ഒന്ന് വേഗം വെച്ചിട്ട് വരാം. അത് ഞാനിവിടെ വെച്ചിട്ടുമുണ്ട്. ഇനി ഒരു സ്റ്റെയർ പോലും ഇടാണ്ട് എല്ലാ സ്റ്റെയറിലും വെള്ളം ഒഴിക്കണം ഇങ്ങനെ. അതെനിക്ക് എന്തായാലും നല്ലൊരു പണിയായിരിക്കും, കാരണം ഒരു ബക്കറ്റേ ഉള്ളൂ. ഓരോ ബ്ലോക്ക് വെക്കുക, താഴെ പോവുക, പിന്നെ എടുക്കുക, വെക്കുക, അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് ചെയ്യാം. എല്ലാ സ്റ്റേഴ്സിലും വെക്കണം കേട്ടോ, എല്ലാ സ്റ്റേഴ്സിലും വെക്കണം. ഓക്കെ, അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, കുറേ സമയം കഴിഞ്ഞ് ഞാൻ മൊത്തം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്നും 10x4 ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ഞാൻ 2 സൈഡിലും ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 10x4 പ്ലാറ്റ്ഫോം ആക്കിയിട്ടുണ്ട്. ഇവിടെ വില്ലേജറിന് ഇടണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ കുറച്ച് സംഭവം ചെയ്യാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ അപ്പുറത്ത് അതേപോലെ കോപ്പി ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിങ് ടേബിൾ എടുക്കണം. എന്നിട്ട് ഒരു 4 എണ്ണം ഈ ഒരു സൈഡിൽ, എന്നിട്ട് ഇപ്പുറത്തൊരു 6 എണ്ണം കൂടി വെക്കണം. ഇങ്ങനെ. എന്നിട്ട് പിന്നെയും ബ്ലോക്സ് എടുത്ത് ഇതൊന്ന് മൂടാം. അതും ഞാൻ അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു 2 ടോർച്ചും കൂടി കത്തിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇല ഇങ്ങനെ ഫുള്ളൊന്ന് മൂടി വെക്കുക. ഇങ്ങനെ മൊത്തത്തിൽ വെക്കുക. ഇങ്ങനെ അത് മൊത്തം ഞാൻ വെച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ സാധനം ഞാൻ അപ്പുറത്തും കൂടി ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, ഈ ഒരു സൈഡ് ഞാനത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ബെഡ് വെക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഫെൻസിൽ നിന്ന് ഒരു ബ്ലോക്ക് മുകളിലായിട്ട് ഈ ഒരു ലെവലിലാണ് ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ടത്. ഇത് ടെമ്പററി ആണ്, ഇപ്പോൾ പൊളിച്ച് കളയും. ആ ഒരു ബെഡ് വെച്ചാൽ ഇത് പൊളിച്ച് കളയും. ഓക്കെ, ഞാൻ ഇവിടെ ടെമ്പററി പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ഇതിന് ചുറ്റും ബെഡ് വെക്കണം. ഓക്കെ, ഞാൻ ബെഡും അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇതൊന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്.
ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഈ ബ്ലോക്കെല്ലാം ഒന്ന് പൊട്ടിക്കണം. ഈ ബ്ലോക്കും പിന്നെ ഇവിടെ വെച്ച് ഈ ടെമ്പററി ബ്ലോക്കെല്ലാം ഒന്ന് പൊട്ടിക്കണം. ഇനിയിപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, അതും ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ 2 റൂമിലേക്ക് 10 വില്ലേജറിനെ കൊണ്ടിട്ട്, അതായത് ഈ സൈഡിലൊരു 10, ആ സൈഡിലൊരു 10. അതെന്തായാലും ഞാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്ന് ചെയ്തിട്ട് അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു അയൺ ഫാമിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞ് പിന്നെ ഇത് വർക്കാവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും വില്ലേജറിനെ അതിൻ്റെ അകത്തേക്ക് പിടിച്ചെടുത്തേ. ഓക്കെ, ഈ റൂമിലും ആ റൂമിലും ഞാൻ അങ്ങനെ വില്ലേജറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ അയൺ ഗോഡിൽ സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 2 വില്ലേജറിനെ എൻ്റെ ബ്രീഡിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് ബ്രീഡാക്കിയത്. ഇതിലും ഇപ്പോഴും കുറേ ആൾക്കാരെല്ലാം വലുതാവാനുണ്ട്. അതിനായത് താഴെ AFK വെക്കുമ്പോൾ തന്നെ വലുതായിക്കോളും. എന്നാലും കുറേ ഭാഗം ആൾക്കാരെല്ലാം വലുതായി, അപ്പുറത്തും അതേപോലെ തന്നെയാണ് വലുതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പം എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള വില്ലേജറും കൂടി വലുതാവുന്ന വരെ താഴെയൊന്ന് AFK വെക്കാനാണ്. ഞാൻ ഏതായാലും ഒരു കുറച്ച് സമയം AFK എന്നിട്ട് ഈ അയൺ ഫാമിലുള്ള ബാക്കി ഹോപ്പർ വെക്കാനുള്ള അയണും കൂടി കിട്ടുന്നവരൊന്ന് AFK ഇട്ട് എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ ആവശ്യമുള്ള ഹോപ്പർ ഉണ്ടാക്കാനുള്ള അയണെല്ലാം ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ കൊണ്ടൊന്ന് ഹോപ്പർ ആക്കട്ടെ. ഓക്കെ, ഞാൻ 8 ഹോപ്പറും ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം വർക്കിംഗ് ആണ്. മുകളിലത്തെ ആ 2 റൂമിലും വില്ലേജറിലും വളർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ബ്ലോക്കിൽ ഇങ്ങനെ വെച്ചിന്, അത് ഞാൻ വില്ലേജറിൻ്റെ മുകളിലേക്ക് എത്തിക്കാനാണ്. അതായത് ഞാൻ ഓഫ് ക്യാമറയിൽ പൊട്ടിച്ച് കളഞ്ഞോളൂ. ഇനിയിപ്പോൾ ഈ ഹോപ്പറിൽ ഞാൻ ഒന്ന് വെക്കട്ടെ. ഓക്കെ, അങ്ങനെ മൊത്തം ഹോപ്പറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചുതരാം മൊത്തത്തിൽ. ഓക്കെ, അങ്ങനെ ഇവിടെ നമുക്ക് അയൺ ഫാമും കൂടി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി കാത്തു നിന്നിട്ട് ഫുൾ സെറ്റ് അയൺ ആർമർ ടൂൾസും ആക്കിയിട്ട് ഈ ഒരു എപ്പിസോഡ് നിർത്താം. ഓക്കെ, അതിനുള്ള അയണും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്, പിന്നെ ഒരു സോഡ്, ആക്സ്, പിക്കാക്സ്, ഷവല്. ഓക്കെ, അങ്ങനെ അത് മൊത്തം ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്ത് ഇടാം. അങ്ങനെ എൻ്റെ സ്കൈ ബ്ലോക്ക് വേൾഡിൽ ഞാനൊരു അയൺ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു വേൾഡിൽ അയണിനൊന്നും ഒരു കുഴപ്പമില്ല, ഇഷ്ടം പോലെ അയണാണ്. ഇവിടെ കുറച്ച് AFK എന്നാൽ തന്നെ മതി, കുറേ അയൺ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇപ്പോൾ ഈ വേൾഡിൽ ഇനി ഞങ്ങൾക്കുള്ള കഷ്ടപ്പാടെല്ലാം തീർന്ന് കുറേ നല്ല നല്ല ടൂൾസ് എല്ലാം ആയി. പിന്നെ ഈ ഒരു ആക്സ് വെച്ചിട്ട് ഈ ബ്ലോക്കെല്ലാം പൊട്ടിച്ച് കളയണം, അതെല്ലാം ഈസി ആയിരിക്കും. ഓക്കെ, ഞാൻ ഒന്ന് കടന്നുറങ്ങട്ടെ. അപ്പോൾ ഇനി ഈ ബ്ലോക്കെല്ലാം പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ അയൺ ഫാം ഫുള്ള് സെറ്റായി. പിന്നെ ആ അയൺകോളം ചാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, കാരണം ക്യാമ്പ് ഫയറാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നല്ല ടൈം എടുക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, AFK വെക്കാം. ഞാൻ കുറേ സമയം AFK വന്നിട്ട് കുറേ അയണും കൂടി ഒപ്പിക്കുക. ഇനി അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ എനിക്ക് ഒരു ട്രേഡിംഗ് ഹാളിൻ്റെ പരിപാടി തുടങ്ങണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.